നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബറിൽ RSSന് 100 വയസ്സാകും. ഇക്കാലമത്രയും പിളർപ്പുകളില്ലാതെ ഏകശിലാരൂപത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് ആ സംഘടനയുടെ അച്ചടക്കവും വ്യക്തികൾക്ക് മുകളിൽ സംഘടന എന്ന മനോഭാവവും കൊണ്ടാണെന്ന് സംഘത്തിൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കും. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റാൻ മടിക്കാത്ത RSSന്റെ കർക്കശ്യവും മോദിയുടെ മൂന്നാം ഊഴത്തിലെ തിളക്കം മങ്ങിയ പ്രകടനവും ചേർത്ത് വായിക്കുമ്പോൾ മറ്റു ചിലതുകൂടി തെളിയുന്നുണ്ട്. RSSന്റെ സഹായം ആവശ്യമായിരുന്ന സമയത്തുനിന്ന് BJP ഒരുപാട് വളർന്നെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പരസ്യ പ്രതികരണം തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് BJP. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്ന് BJPയിലെ RSS സാന്നിധ്യം എങ്ങനെയാണ് മാറിയതെന്ന ചോദ്യത്തിനായിരുന്നു നദ്ദയുടെ മറുപടി. ഫലത്തിൽ ഇത് നാഗ്പൂരിനെ ചൊടിപ്പിച്ചു. അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പോലും BJP തോറ്റു. സംഘപരിവാർ ശക്തിയുള്ള UPയിൽ വലിയ തിരിച്ചടിയുണ്ടായി. ഇതിനൊപ്പം രാജസ്ഥാനിലും തോറ്റു. ഇതിനെല്ലാം വഴിയൊരുക്കിയത് നദ്ദയുടെ ആ പ്രസ്താവനയാണെന്ന വാദം BJPയിലെ RSS അനുകൂലികൾ ഉയർത്തും. RSSന് ഇനിയും വിധേയമാകേണ്ട സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലൂടെ BJP ദേശീയ നേതൃത്വത്തിനുണ്ടാകുന്നത്. എന്തായാലും ഇനി RSSന്റെ പിന്തുണ BJPക്ക് അനിവാര്യമായി മാറും. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം BJPക്ക് കടുത്ത തിരിച്ചടികൾ വരും. മോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നദ്ദയുടെ RSS വിരുദ്ധ പ്രസ്താവനയെന്ന വാദവും ശക്തമായിരുന്നു. അമേഠിയിൽ മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി പോലും തോറ്റു. രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട അയോധ്യയിൽ പോലും BJPക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അയോധ്യ വരുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJPയുടെ ലല്ലു സിംഗിനെ സമാജ്വാദി പാർട്ടിയുടെ ആവാദേശ് പ്രസാദ് തോൽപ്പിച്ചു. BJPക്ക് ശക്തമായ മേൽക്കോയ്മയുള്ള ഉത്തർപ്രദേശിലും BJPക്ക് അനേകം സീറ്റുകൾ നഷ്ടമായി. ഇതിന് പിന്നിലും RSS അതൃപ്തിയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം BJPയുടെ നേതാവ് ആരെന്ന് ഇനിയും RSS തന്നെ നിശ്ചയിക്കും.